ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 23,000 രൂപ റേഞ്ചിൽ മോട്ടോളൊക്കെ രണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോൺ വരുന്നുണ്ട്. ഒന്ന് എഡ്ജ് 60 ഫ്യൂഷനും പിന്നെ ഒന്ന് എഡ്ജ് 60 സ്റ്റൈലസ് എന്ന മോഡലാണ്. ഇത് രണ്ടും ആ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിലേത് വാങ്ങണം എന്നുള്ളത് ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. കാരണം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സ്പെക്കാണ്, എന്നാലും അത്യാവശ്യം ഒരുപാട് വലിയ മാറ്റങ്ങൾ രണ്ട് ഫോണും തമ്മിലുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഇന്ന് തീർത്ത് തരാം. 100% നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ആ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ എത്തത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ട് ഫോണിൻ്റെയും പ്രൈസ് ആൻഡ് വേരിയൻറ്റ്. ബേസ് മോഡൽ 8GB 256GB ആയിട്ടാണ് വരുന്നത്. രണ്ടിൻ്റെയും പ്രൈസ് 22,999 ആണ് വരുന്നത്. സോ സെയിം പ്രൈസിലാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത്. സ്റ്റൈലസ് ആണെങ്കിൽ ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഫ്യൂഷൻ ആണെങ്കിൽ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ വേരിയൻറ്റ് 12GB 256GB ആണ്. അതിൻ്റെ പ്രൈസ് 24,999 ആയിട്ടാണ് വരുന്നത്. സോ കൂടുതൽ റാം വേരിയൻറ്റ് കൂടെ ഫ്യൂഷനിൽ വരുന്നുണ്ട്, സ്റ്റൈലസിൽ അത് വരുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ 8GB തന്നെ സഫീഷ്യൻ്റ് ആണ് ഈ ഒരു രണ്ട് ഫോണിലും. കാരണം വലിയ പെർഫോമൻസ് ഓറിയൻ്റായിട്ടുള്ള ഫോണല്ല ഇത് രണ്ടും. അതുകൊണ്ട് 8GB തന്നെ ധാരാളമാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസൈൻ വൈസ് ഒരു മാറ്റമില്ല കേട്ടോ. രണ്ടും സെയിം ആണ്. രണ്ടും വീഗലറായിട്ടാണ് വരുന്നത്. കളർ ഡിഫറൻസ് മാത്രമേ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ ഡിസൈൻ വൈസ് രണ്ടും സെയിം ആണ്. രണ്ട് ഫോണിനും മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഫ്യൂഷൻ ആണെങ്കിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. സ്റ്റൈലസ് ആണെങ്കിൽ IP68 റേറ്റിംഗ് ആണ് വരുന്നത്. അതൊരു ചെറിയൊരു വ്യത്യാസമായിട്ട് കൂട്ടാം. വലിയ വ്യത്യാസമൊന്നും ഇല്ലടേ. അതൊന്നും ഒരു കാര്യമില്ല. 68 ഉണ്ടായാലും മതി. നിങ്ങൾക്ക് അഥവാ കാര്യമില്ല, നിങ്ങളതൊരു വലിയൊരു വ്യത്യാസമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. വെയിറ്റ് ആൻഡ് തിക്നെസ് ആണെങ്കിൽ സ്റ്റൈലസിൽ ഒരു 10 ഗ്രാം അധികം ഉണ്ട് എന്നേ ഉള്ളൂ. വേറൊരു വലിയ വ്യത്യാസമില്ല. തിക്നെസ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. വേറെ വ്യത്യാസമില്ല. സ്റ്റൈലസിലാണെങ്കിൽ ആ ഒരു പെന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു വെയിറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. വേറെ അല്ലാതെ വലിയൊരു മേജറായിട്ടുള്ള വ്യത്യാസമൊന്നും ആ കാര്യത്തിൽ വരുന്നേ ഇല്ല. പിന്നെ സ്റ്റൈലസിലാണെങ്കിൽ 3.5 മോഡ് ജാക്ക് വരുന്നുണ്ട്. SD കാർഡ് സ്ലോട്ട് അടക്കം ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ഫ്യൂഷനിൽ അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. രണ്ട് ഫോണിലും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. സ്റ്റൈലസിൽ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഡിസ്പ്ലേ ആണ്. രണ്ട് ഫോണിനും 6.7 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു 120 ഹെർട്സിൻ്റെ OLED ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണിനും വരുന്നത്. 1400 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് രണ്ട് ഫോണിനും വരുന്നുണ്ട്. ഫ്യൂഷനിലാണെങ്കിൽ 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. സ്റ്റൈലസിലാണെങ്കിൽ 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതിലൊന്നും വലിയ കാര്യമില്ല. പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഫ്യൂഷൻ ആണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സ്റ്റൈലസിലാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് വരുന്നത്. കുറച്ചും കൂടെ ബെറ്റർ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഫ്യൂഷനാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഫ്യൂഷനിലാണെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്റ്റൈലസിലാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും ഇപ്പം ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ് കൂടുതൽ പേര് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വലിയൊരു കാര്യമായിരിക്കും. കാരണം ഒട്ടുമിക്ക ഫോൺ ഇപ്പോൾ കർവ് ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് പോയിന്റിലെല്ലാം വരുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺ എന്ന് പറയുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു വലിയ ഡിഫറൻസ് ആ കാര്യത്തിൽ തന്നെ വരുന്നു. ബാക്കി ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസം വലുതായിട്ടൊന്നും പറയാനില്ല. പ്രൊട്ടക്ഷനൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ്, ഫ്ലാറ്റ് ഉണ്ട്, കർവ്ഡ് ഉണ്ട്. ഫ്യൂഷൻ ആണെങ്കിൽ കർവ്ഡ് ആണ്, സ്റ്റൈലസ് ആണെങ്കിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതൊരു മേജറായിട്ടുള്ള വ്യത്യാസമാണ്. ഇനി രണ്ട് ഫോണിൻ്റെ ക്യാമറ ആണെങ്കിൽ രണ്ട് ഫോണും 50 MB ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതും സോണിയുടെ ലിറ്റിയ 700C എന്ന സെൻസറാണ് കൊടുത്തുള്ളത്. സെക്കൻഡറി ആയിട്ട് 13 MB അൾട്രാവൈഡ് ക്യാമറയും വരുന്നുണ്ട്. തേർഡായിട്ട് രണ്ട് ഫോണിനും ഒരു വലിയ യൂസ്ഫുൾ അല്ലാത്ത ഒരു സെൻസറാണ് രണ്ട് ഫോണും കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറയും രണ്ട് ഫോണിനും വരുന്നുണ്ട്. രണ്ട് ഫോണിനും 4K 13 എപ്പിസോഡുള്ള വീഡിയോസ് ഫ്രണ്ട് ആൻഡ് റിയറിലും സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ക്യാമറ വൈസ് ഞാൻ ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയ സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. ഏത് ഫോട്ടോ ആണെങ്കിൽ വീഡിയോ നോക്കുന്ന സമയത്തും വലിയ വ്യത്യാസങ്ങളൊന്നും ആ കാര്യത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ വൈസിൽ രണ്ടും സെയിം ആണ്, സിമിലർ ആണ്. ഒരു വ്യത്യാസം ക്യാമറയുടെ കാര്യത്തിൽ പറയാനേ ഇല്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ
എഡ്ജ് 60 ഫ്യൂഷനിലാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7400 ചിപ്സെറ്റാണ് വരുന്നത്. സ്റ്റൈലസിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ് സ്കോർ വൈസ് പറയുകയാണെങ്കിൽ സ്റ്റൈലസിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6,50,000 ആൻഡ് സ്കോർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഫ്യൂഷനിലാണെങ്കിൽ 7 lakh ആ റേഞ്ച് കിട്ടുന്നുണ്ട്. വലിയ വ്യത്യാസം ഇല്ല എന്നറിയാം, എന്നാലും ഒരു സ്ലൈറ്ററായിട്ടൊരു അപ്ഗ്രേഡ്, ഒരു പെർഫോമൻസിൽ കുറച്ചും കൂടെ മുൻപന്തി നിൽക്കുന്നത് ഫ്യൂഷൻ എന്ന മോഡലാണ്. അത് ചെറിയ രീതിയിലാണ്, ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും പറയാനില്ല, ചെറിയ രീതിയിലുണ്ട് എന്നുള്ളൂ. രണ്ട് ഫോണും ഒരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണേ അല്ല. അത് ഈ റേഞ്ചിൽ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ടാവും. ഒരു നോർമൽ യൂസിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ പരിപാടികളിലും നടക്കും എന്നല്ലാതെ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ ഒരു ഫോണല്ല ഈ പ്രൈസ് പോയിന്റിൽ. അതുകൊണ്ട് തന്നെ രണ്ട് ഫോണിൻ്റെയും പെർഫോമൻസ് വൈസ് ഒരു സെയിം ആണെന്ന് പറയാം. ചെറിയൊരു വ്യത്യാസം ഫ്യൂഷനിൽ അധികം ഉണ്ട് എന്നുള്ളൂ, അല്ലാതെ അതൊരു മേജറായിട്ടുള്ള വ്യത്യാസമായിട്ട് കാണേണ്ട ആവശ്യമില്ല. രണ്ട് ഫോണും LPDDR4X റാം UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. ആ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. രണ്ട് ഫോണിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് വരുന്നത്. അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ 2+3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആണ് സ്റ്റൈലസിൽ വരുന്നത്. ഫ്യൂഷനിലാണെങ്കിൽ 2+4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ഒരു വർഷത്തേക്കുള്ള എക്സ്ട്രാ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫ്യൂഷനിൽ കിട്ടുന്നുണ്ട് എന്നുള്ള അതും ഒരു വലിയൊരു വ്യത്യാസമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഇനി ബാറ്ററി ആണെങ്കിൽ ഫ്യൂഷനിലാണെങ്കിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇനി സ്റ്റൈലസ് ആണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് അടക്കം ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി കുറച്ചധികം കുറവാണെങ്കിലും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് എന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണിലൊക്കെ ഉള്ള ആ ഒരു കാര്യം ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റൈലസിലാണെങ്കിൽ സ്റ്റൈലസ് പെണ്ണ് വരുന്നുണ്ട്. അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും അതൊരു രസമാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുമ്പോൾ സാംസങ്ങിൻ്റെ S25 അൾട്രയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു പെണ്ണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ വരുന്ന ആ രീതിയിലുള്ളൊരു പെണ്ണ് ഈ ഫോണിന് വരുമ്പോൾ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ആ ഫീച്ചേഴ്സൊക്കെ തന്നെ ഞാൻ സ്റ്റൈലസ് എന്ന മോഡലിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം തിരിയുന്നതായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് നോക്കാം കേട്ടോ, അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇതിലേതെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ രണ്ട് ഫോണും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പം എഡ്ജ് 60 ഫ്യൂഷൻ എന്ന് സ്റ്റൈലസിലേക്ക് വരുമ്പോൾ സ്റ്റൈലസ് കിട്ടുന്ന കുറച്ചധികം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ആ ഒരു ഫോണിൽ SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്ന് 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്, അതും ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നീട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്, അതും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സിൽ ചൂസ് ചെയ്യുക. ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റൈലസ് ആയിട്ടുള്ളൊരു പെണ്ണ് കൂടെ ആ ഫോൺ വെച്ച് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂഷനിൽ നിന്ന് സ്റ്റൈലസിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി സ്റ്റൈലസിൽ നിന്ന് ഫ്യൂഷനിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം കൂടിയൊരു റാം വേരിയൻ്റ് കൂടെ ആ ഒരു ഫോൺ വെച്ച് വരുന്നുണ്ട്. അതൊരു സ്പെഷ്യാലിറ്റി ആണ്. കൂടിയ റാം വേരിയൻ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൈലസിൽ അത് കിട്ടത്തില്ല, ഇതിലത് കിട്ടുന്നുണ്ട്. അതൊരു സ്പെഷ്യാലിറ്റിയാണ്, നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ IP റേറ്റിംഗ് ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി വെയിറ്റും ഒരു 10 ഗ്രാമിൻ്റെ വെയിറ്റും കുറവുണ്ട്. അതും വലിയൊരു കാര്യമല്ല, എന്നാലും 10 ഗ്രാമിൻ്റെ വെയിറ്റ് കുറവുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആ ഫോണിന് വരുന്നുണ്ട്. പെർഫോമൻസും ഒരു സ്ലൈറ്റർ ആയിട്ടുള്ള ബെറ്റർ പെർഫോമൻസ് ആ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വർഷത്തേക്കുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആ ഫോണിൽ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു 5500 mAh ബാറ്ററിയും ആ ഒരു ഫോൺ വെച്ച് വരുന്നുണ്ട്. ഇതാണ് മേജറായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിലിപ്പം ഞാൻ ഈ പ്രൈസ് പോയിൻ്റിൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഇതിലേത് വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സ്റ്റൈലസ് എന്ന മോഡലാണ്. കാരണം അതിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, സ്റ്റൈലസ് ആയിട്ടുള്ള പെന്ന് വരുന്നുണ്ട്, അതൊരു മേജറായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം കൊണ്ട് ഞാൻ സ്റ്റൈലസ് ചൂസ് ചെയ്യും. ഫ്യൂഷൻ നിങ്ങൾ ഈ ഒരു വ്യത്യാസം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേതാണോ കുറച്ചും കൂടെ വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. എൻ്റെ ഒരു ഒപ്പീനിയൻ രണ്ടും നല്ലതാണ്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളത് ഫ്യൂഷൻ എന്ന മോഡലാണ്. അപ്പം ആ കാര്യം കൂടെ നോക്കുക. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായിട്ട് വേണ്ട ഫീച്ചേഴ്സ് ആ ഒരു ഫോൺ ചൂസ് ചെയ്യുക. രണ്ടും നല്ലതാണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റായിട്ട് തോന്നി എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.